അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കയറി കയറി മുറത്തിൽ കയറി കൊത്തുക എന്ന ഒരു പഴഞ്ചൊല്ല് പഴമക്കാർ പറയാറുണ്ട്. ഇതുപോലെയാണ് നൗഷാദും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൗഷാദിന്റെ അത്രയൊന്നും വിവരമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും കളവാണെന്ന് സ്ഥാപിക്കാനുള്ള വ്യഗ്രതയിലാണ് ഇപ്പോൾ നൗഷാദ് ഉള്ളത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ അവൻ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ ഉത്തരം സിമ്പിളാണ്. കേരളത്തിലുള്ള തലയെടുപ്പുള്ള പണ്ഡിതന്മാർ, കേരള മുസ്ലിമീങ്ങൾക്ക് സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്ത പണ്ഡിതന്മാർ, നൗഷാദിനെ പോലെ കളിച്ചു നടക്കാതെ ശരിക്ക് കിതാബ് ഓതി പഠിച്ച പണ്ഡിതന്മാർ പറഞ്ഞു, പിശാചിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ രൂപത്തിൽ വരാൻ കഴിയില്ല. മറ്റു രൂപങ്ങളിൽ സ്വപ്നത്തിൽ വരാൻ സാധിക്കും, ഞാൻ നബിയാണെന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നബിയാണെന്ന് ഉറപ്പിച്ചുകൂടാ. സ്വപ്ന വ്യാഖ്യാനം അറിയുന്നവരെ സമീപിച്ചുകൊണ്ട് ആ സ്വപ്നത്തിന്റെ പൊരുളറിയണം. ഇത് നൗഷാദും പറഞ്ഞ കാര്യമാണ്. പക്ഷേ വിശദീകരണം തേടുകയാണെങ്കിലും അവർ നബിയല്ല എന്ന് പറഞ്ഞാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണെന്ന് ഉറപ്പിച്ചോളണം എന്നാണ് അവന്റെ വാദം. പിന്നെ എന്തിനാണ് സ്വപ്ന വ്യാഖ്യാനം അറിയുന്നവരെ സമീപിക്കുന്നത്? അവർ പറയുന്നത് സ്വീകരിക്കാനല്ലെങ്കിൽ എന്തിനാണ് ഇമാമിങ്ങൾ അങ്ങനെയൊരു നിബന്ധന വെച്ചിട്ടുള്ളത് എന്ന് നൗഷാദിനോട് ചോദിച്ചിട്ട് അവൻ മിണ്ടുന്നില്ല. പക്ഷേ കുരുവട്ടൂരികളുടെ ഈ കള്ളവാദത്തിനെതിരായി, പിഴച്ച വാദത്തിനെതിരായി തലയെടുപ്പുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു. അതോടുകൂടി നൗഷാദിന്റെ ആപ്പീസ് പൂട്ടി. ഇനി അവരെ എങ്ങനെയെങ്കിലും തരം താഴ്ത്തണം. അങ്ങനെ അവർ പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കാത്ത വിധത്തിലാക്കി മാറ്റിയിട്ട് തങ്ങളിലേക്ക് കുറച്ചാളുകളെങ്കിലും അടുപ്പിക്കണമെന്ന ചിന്തയോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കും കുതിര കയറുകയാണ്. പ്രമാണങ്ങൾ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നുറപ്പായ നൗഷാദ് വട്ടൂരി യുക്തിവാദത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോയി ഇവനും കൂട്ടരും ഇസ്ലാമിൽ നിന്ന് വരെ പുറത്തു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ കുരുവട്ടൂരികൾ ഉള്ളതെന്ന യാഥാർത്ഥ്യം നിങ്ങൾ മറക്കരുത്. നമുക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം വേറൊരു നബി വരിക എന്നത് ബുദ്ധിപരമായി ഓക്കെയാണോ? ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നബിയാന്ന് പറഞ്ഞ് ഒരാൾ വരിക, അള്ളാഹ് ഒരാളെ പറഞ്ഞേക്കുക, അത് അസംഭവ്യമൊന്നുമല്ല, സംഭവിക്കാം. കേട്ടല്ലോ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു പുതിയ നബി വരാമെന്നും അങ്ങനെ അള്ളാഹുവിന് പറഞ്ഞേക്കാമെന്നും അത് സംഭവിക്കാമെന്നാണ് നൗഷാദ് വട്ടൂരി പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മുസൈലിമത്തുൽ കല്ലാബ് എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ രംഗത്ത് വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബാക്കൾ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരാരും പറഞ്ഞില്ല ബുദ്ധിപരമായി ഒരാൾക്ക് അങ്ങനെ നബിയാണെന്ന് പറഞ്ഞു വരാം, അല്ലാഹു തആലാക്ക് അങ്ങനെ ഒരാളെ നബിയായി കൊണ്ടുവരാം, സംഭവിക്കാവുന്നതാണ് എന്നല്ല സ്വഹാബാക്കൾ പറഞ്ഞിട്ടുള്ളത്. അവനുമായി ധർമ്മസമരത്തിൽ ഏർപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വഹാബാക്കൾക്കില്ലാത്ത വിവരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കില്ലാത്ത വിവരം നൗഷാദിനുണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനും കൂടിയുള്ള ഒരു വ്യഗ്രതയിലാണ് നൗഷാദ് ഉള്ളത്. ലാ നബിയ ബഅദി, എനിക്ക് ശേഷം ഇനിയൊരു നബി ഇല്ല എന്ന അർത്ഥശങ്കക്ക് ഇടയില്ലാത്ത വിധമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അവിടെ ബുദ്ധിക്ക് പ്രസക്തിയില്ല. അങ്ങനെ ബുദ്ധിപരമായി സംഭവിക്കാം എന്ന് പറയാനും പാടില്ല. പറഞ്ഞാൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്താണ്. കാരണം പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിരുദ്ധമായ ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളവാക്കലാണ്, അള്ളാഹുവിനെ കളവാക്കലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളവാക്കിയാൽ, അള്ളാഹുവിനെ കളവാക്കിയാൽ അവന്റെ സ്ഥാനം ഇസ്ലാമിന് പുറത്താണ്. ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെയുള്ള, പേരോട് ഉസ്താദിനെ പോലെയുള്ള
നജീബ് ഉസ്താദിനെ പോലെയുള്ളവരെ കൊച്ചാക്കാൻ വേണ്ടിയാണ്, അവന്റെ പിഴച്ച ആശയം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ അവൻ എഴുന്നള്ളിക്കുന്നത്. ഒരു കളവിനെ മറച്ചു പിടിക്കാൻ വേണ്ടി മറ്റു ന്യായങ്ങളൊക്കെ അവൻ നിരത്തുകയാണ്. അതോടുകൂടി അവൻ കൂടുതൽ പിഴച്ചു പോവുകയാണ്. ഇത് സ്വാഭാവികവുമാണ്. അതുകൊണ്ട് തന്നെ ആ പിഴച്ച വിശ്വാസത്തിൽ അറിയാതെ പെട്ടുപോയവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ രാജിയായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിധത്തിൽ ഗുരുതരമായ ആപത്തിലേക്കാവും നിങ്ങൾ ചെന്നെത്തുക എന്ന ഓർമ്മപ്പെടുത്തലോടെ അള്ളാഹു നമുക്ക് സത്യം സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകട്ടെ. എന്റെ യുവാക്കളെ, മോമിനീങ്ങളെ, മോമിനാത്തുകളെ, നമ്മൾ ഇസ്ലാമിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു. ഇസ്ലാമിന്റെ വാക്ക് പാലിക്കലോ, ഇസ്ലാമിന്റെ സത്യം പറയലോ, ഇസ്ലാമിന്റെ സൗഹൃദമോ സഹകരണമോ, ഇസ്ലാമിന്റെ കൃത്യമായ നിസ്കാരമോ നോമ്പോ സകാത്തോ ഹജ്ജോ, ഇസ്ലാമിന്റെ വേഷവിധാനമോ, ഇസ്ലാമിന്റെ കുടുംബ ബന്ധമോ, ഇസ്ലാമിന്റെ അയൽവക്ക ബന്ധമോ, ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച ആശയങ്ങളൊക്കെയും വലിച്ചെറിഞ്ഞിട്ട് നമ്മളും തോന്നിവാസികളായി ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഇസ്ലാമിനെ കുറിച്ചുള്ള മതിപ്പ് നഷ്ടപ്പെട്ടു പോയി. മുസ്ലിമീങ്ങൾ പല സ്ഥലത്തും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അടിസ്ഥാന കാരണം നമ്മൾ ഇസ്ലാമിൽ നിന്ന് അകന്നതാണ് കേട്ടോ. ഒരു കാലം വരുമെന്ന് നബിതങ്ങൾ പറയുന്നു. ഇസ്ലാമിൽ നിന്ന് അതിന്റെ പേരല്ലാതെ അവശേഷിക്കൂല. പേരിന് മുസ്ലിമാണ്. ഖുർആനിൽ അതിന്റെ വരികളൊക്കെ ഉണ്ടാവും. പക്ഷേ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരും ഖുർആൻ ഓതുന്നവരും ഉണ്ടാവില്ല. മസാജിദുഹും ആമിറത്തുൻ വഹിയ ഖറാബും മിനൽ ഹുദാ. അവരെ പള്ളിയൊക്കെ ഭയങ്കര ജോറുള്ള പള്ളിയായിരിക്കും. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മസാജിദുഹും ആമിറത്തുൻ, അവരെ പള്ളി വളരെ ഗംഭീരമാണ്. വഹിയ ആമിറത്തുൻ മിനൽ ഹുദാ. ആ പള്ളിയിൽ ജമാഅത്തിന് ആളില്ല, നേതൃത്വം കൊടുക്കാൻ തഖ്വയുള്ള ആലിമീങ്ങളില്ല, പള്ളിയിൽ നിസ്കാരത്തിന് ആളില്ല, പള്ളിയിൽ അൽഖഫ് ഓതാൻ ആളില്ല, പള്ളിയിൽ ഇത്തികാഫിന് ആളില്ല. പള്ളി കയറിയാൽ തന്നെ ദുനിയാവിന്റെ സംസാരാണ്. അതേപോലെ തന്നെ രാഷ്ട്രീയം പറയലാണ്. അങ്ങനെ തുടങ്ങിയിട്ട് പള്ളിയിൽ ഹിദായത്തില്ല. നബിതങ്ങൾ പറയാണ്, വഹിയ ആമിറത്തുൻ മിനൽ ഹുദാ ഉലമാഉം ശർറു മൻ തഹ്തദീ ബിസ്സമാ. അവർക്ക് ചില ആലിമീങ്ങളുണ്ട് കാലത്ത്. അവർ ഈ ആകാശത്തിന്റെ ചോടെ ഏറ്റവും നാശം പിടിച്ച ആലിമീങ്ങളാണ്. സാധാരണക്കാരെ അതാ കുറ്റത്തിലാക്കുന്ന പരിപാടികൾ, സാധാരണക്കാരെ കൊണ്ട് ഗീബത്ത് പറയിക്കുന്നവർ, ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് കുറ്റം പറയിപ്പിക്കുന്നവർ, സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തുന്നവർ, അങ്ങനെ സാധാരണക്കാരിൽ കൂടി ഫിത്ന ഉണ്ടാക്കുന്ന ആലിമീങ്ങളാകും. ഉലമാഉം ശർറു മൻ തഹ്തദീ ബിസ്സമാ മിൻ ഇൻദിഹിം തഖ്റുജുൽ ഫിത്നതു വഫീഹിം തഊദ്. അവരിൽ നിന്ന് തന്നെയാണ് ഫിത്ന തുടങ്ങുക. അത്തരം ആലിമീങ്ങളിൽ നിന്ന് ഫിത്ന തുടങ്ങുന്നു. ആ ഫിത്ന അവരിലേക്ക് തന്നെ തിരിച്ചടിക്കുന്നു, തിരിച്ചു പോകുന്നു. ഇങ്ങനെ ഒരു കാലം വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവിടെ നമ്മളെ പള്ളികളെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണമെന്നും നമ്മളെപ്പോഴും തഖ്വയോടുകൂടെ ജീവിക്കണമെന്നും എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ഖൽബ് നീ നന്നാക്കണം അല്ലാഹ്. കിബ്ർ, ഉജ്ബ്, റിയാ, ഹസദ്, അമൽ, ഹിർസ്, ബിദഅത്ത്, ശഹവത്ത്, ഖലബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളിലും ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കണം അല്ലാഹ്. നീ ഞങ്ങളെ വീക്ഷിക്കുന്നു എന്ന ബോധത്തോടെ രഹസ്യവും പരസ്യവും നിന്റെ പൊരുത്തത്തിലേക്ക് ജീവിക്കാൻ നീ തൗഫീഖ് തരണം അല്ലാഹ്.